ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നായി നമ്മൾ ആരിസിന്റെ സോങ് റിയാക്ഷൻ ചെയ്ത സമയത്ത് അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് ഇന്ന് നമ്മളുടെ തമന്നയുടെ ബർത്ത്ഡേ ഇന്ത്യയിലെ ഒരു എന്താ പറയാ ലീഡിംഗ് ആക്ട്രസ് തന്നെ പറയാം, എല്ലാ ഭാഷയിലും അഭിനയിക്കുന്ന ആക്ട്രസ് ആണ്. അപ്പം ഇന്ന് ബർത്ത്ഡേ ആണ് അല്ലെ? അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ തമന്ന. അപ്പോൾ തമന്നയുടെ ഏതെങ്കിലും സോങ് റിയാക്ഷൻ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം തമന്ന എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്ന കുറച്ച് പാട്ടുകളുണ്ട്. ഏതൊക്കെയാണ് അതൊക്കെ? ഫസ്റ്റ് വരുന്ന ഏതായിരിക്കും? ഒന്ന് അട്ടട്ട മഴട്ട അത് വരും, പിന്നെ തുള്ളി 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 മഴയായി എന്തായാലും, പിന്നെ നമ്മളെ ഫസ്റ്റ് ഒരു തെലുഗു പാട്ടില്ലേ മനസ്സില്ല അത് വരും. അങ്ങനെ കുറെ സോങ്ങുകൾ വരും. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും ആ ഒരു തമന്നയുടെ ബ്യൂട്ടി ഒക്കെ കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലെ തന്നെ തമന്നയുടെ കൂടെ കിടിലൻ പെയർ ആയിട്ട് വന്ന അല്ലെ കാർത്തിക്, രണ്ടുപേരുടെ ആ ഒരു കോംബോ. ആ പാട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു മഴത്തുള്ളികളുടെ ഭംഗിയും, പിന്നെ ആ പാട്ടും ഏകദേശം മഴത്തുള്ളി വീണല്ലോ തുള്ളി 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 കൊണ്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് തോന്നി നമ്മളുടെ രണ്ടുപേരുടെ ആ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ആ പാട്ട് റിയാക്ട് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഈ പാട്ടിന്റെ ഭയങ്കര പ്രത്യേകത വെച്ചാൽ നമ്മളെ യുവാൻ ശങ്കർ രാജയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മഴത്തുള്ളി പോലെ പാട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ പാട്ടിലോട്ട് പോവാം. പയ്യ ആരും മറക്കാത്ത പടമാണ്. കാരണം എന്ന് വെച്ചാല് ഭയങ്കര സ്റ്റോറി ഒന്നും ഇല്ലെങ്കിലും കിടിലം എലമെന്റ്സ് എല്ലാം ചേർത്തിട്ടുള്ള, അത് ആ ഒരു കുറേ പാട്ടുകള്, പിന്നെ ആക്ഷൻ സീനുകൾ എല്ലാം, റൊമാൻസ്, പാട്ടിലും തമന്നയുടെ ബ്യൂട്ടിയാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഈ സോങ് തന്നെ ചെയ്യാം. റെഡി അല്ലേ? അപ്പൊ എല്ലാ തമന്ന ഫാൻസിനും വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാം. റെഡി? കാർത്തി ഫാൻസിനുണ്ട്, സൂര്യ ഫാൻസിനും, എല്ലാവർക്കും ഉണ്ട്, യുവാൻ ശങ്കർ രാജ ഫാൻസിനും. റെഡി? റെഡി. വാവ്, രണ്ടുപേരുടെയും ആ ഭംഗി കാണിച്ചു ഫസ്റ്റ് തന്നെ. ഇതിലല്ല ബീറ്റ് അല്ലേ? കാർത്തി ഭയങ്കര ചെറിയ പ്രായം പോലെ അല്ലേ? അത് ചെറിയ പ്രായമാണ്. ഓ, തമന്നയുടെ ഭംഗിയല്ലേ കാണിച്ചേക്കണേ? കാർത്തിക് തന്നെ ആയിരിക്കും. കാർത്തിക് അല്ലേ? കൂടെ പാടോ? നമ്മുടെ റിപ്പീറ്റ് മോഡ് സോങ് ആണ്. അയാൾ ഫുള്ള് കുറുമ്പാണ് കാർത്തിയുടെ. ഓ, ഇത് മിക്ക ക്ലീഷ സീൻസ് ആയിരുന്നു പണ്ടത്തേനത്. ഇതിനകത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ, ഭയങ്കര എക്സ്പ്രഷൻ അല്ല ആ സമയത്ത്. എക്സ്പ്രഷൻ അത് ചില സമയത്ത് സിറ്റുവേഷൻ യോജിക്കാതെ എക്സ്പ്രഷൻ ആയിരിക്കും അറിയുന്നത്. ഓ, ഇത് നല്ല രസമില്ലേ? നല്ല ഈ പാട്ടിൽ തമന്നയുടെ ബ്യൂട്ടിനെ കാണിച്ചേക്കണം ഫുള്ള്. ഇനിയുള്ളൊരു പോർഷൻ ഉണ്ട്, മ്യൂസിക്. നല്ല രസമുള്ള മ്യൂസിക് അറിയാം ഇവിടെ. പേപ്പർ പറന്നു വന്ന സീൻ, പേപ്പർ പറന്നു വന്നു. തമിഴ്നാട്ടിലാണ് ഈ കാറ്റേഷൻ. ഓ
മാറ്റി മറിച്ചിട്ടിട്ട് ഈ സീൻ ഇത് നല്ല രസമല്ലേ കാണിക്കാനായിട്ട് വിഷ്വല്. ഡയറക്ടർ അങ്ങനെയാണ് എല്ലാം ഭംഗിയിൽ കാണിക്കും. കോറിയോഗ്രാഫി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓ അവസാനം മഴയും കൂടി കാണിച്ചല്ലേ. ഇതിനകത്ത് ഉടനീളം കാണിക്കുന്നുണ്ട് മഴയൊക്കെ. മഴയായി വന്നാള് ചുട 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 മറിഞ്ഞേ പോനാള്. ഓ വേറെ ലെവൽ സോങ് ആണ് എന്ത് പറഞ്ഞാലും അല്ലേ. ഈ പാട്ടിന്റെ വിഷ്വലും എന്തോ ഭയങ്കര രസമാണ്. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പണ്ട് കാലത്ത് ആ ഒരു ഫസ്റ്റ് പ്രണയം ഒക്കെ ഉണ്ടാവുന്ന സമയത്തില്ലേ, ഈ പാട്ട് പെട്ടെന്ന് നമ്മൾ മഴയത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ആ സമയത്ത് വരുന്നൊരു സോങ് ആണ് തുള്ളി 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 മഴയായി വന്നാരെ. എന്തോ ഒരു രസമാണ് ഈ ഒരു പാട്ടിനുള്ളത്. ഈ പാട്ട് കേട്ടപ്പോ തോന്നിയത് കാർത്തിക്കാണ് പാടിയത്, കാരണം കാർത്തിയുടെ പാട്ടാണ്. അത് മാത്രല്ല സൗണ്ട് നമുക്കറിയാം ചില സമയത്ത് ചില സിംഗേഴ്സിനെ നമുക്ക് മാറിപ്പോകും അല്ലേ. അതെ ആ ഒരു ഫീൽ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു കാർത്തിക്കാണ് പാടിയെന്ന് വെച്ചാൽ. പൊതുവെ നമുക്കറിയാം സൂര്യ സാറിനൊക്കെ പാടുന്ന പൊതുവെ കാർത്തിക്കാണ്. അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെയായിരിക്കുന്നു. പക്ഷേ പിന്നീടാണ് നോക്കിയപ്പോൾ മനസ്സിലായത് ഹരിചരണാണ് പാടിയിരിക്കുന്നത്. പക്ഷെ എന്ത് പറഞ്ഞാലും ആ പാട്ടിന്റെ വോയിസ് വേറെ ലെവലാണ് അല്ലെ, ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ വിഷ്വലിൽ കാണിച്ചിരിക്കുന്ന കാർത്തിയുടെ ലുക്കും അതുപോലെ തമന്നയുടെ ലുക്കും രണ്ടുപേരുടെ ബ്യൂട്ടി, അതായത് രണ്ടുപേരും കാണാൻ ഭയങ്കര ഭംഗിയാണ് അല്ലെ. അത് നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് ഡയറക്ടറും അതിന്റെ സിനിമാറ്റോഗ്രാഫറും എല്ലാവരും കൂടി. ആ ഒരു കോറിയോഗ്രാഫിയും സംഭവങ്ങളൊക്കെ പൊളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് എത്ര കാലം കഴിഞ്ഞാൽ ഇപ്പോഴും കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ്. ഇപ്പോഴും നമ്മൾ നോക്കിയിരുന്നില്ല ഫുൾ ടൈം. അതല്ലേ, അതായത് നമ്മൾ പറയാ ചില സോങ് നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. അതുപോലത്തെ സോങ് ആണ്. എത്ര നാൾ കഴിഞ്ഞാൽ അതിന്റെ ബ്യൂട്ടി അതുപോലെ തന്നെ ഉണ്ടാവും പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്. കാരണം അതിൻ്റെ അകത്ത് ചില പോർഷനിൽ വരുന്ന ആ ഒരു വയലിൻ്റെ ഏരിയ, ഗിറ്റാറിൻ്റെ ഒക്കെ ആ ഒരു ചെറിയ പോയിന്റ് പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് നല്ല രസത്തിൽ. ആ ഒരു ഫീൽ എൻജോയ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിന്റെ ക്വാളിറ്റി, വേറെ ലെവൽ. അപ്പൊ എന്തായാലും ഈ സോങ് കേൾക്കുമ്പോൾ കുറേ മെമ്മറീസ് ഒക്കെ നമ്മളെ മനസ്സിലോട്ട് വരും. അതായത് പണ്ടത്തെ പാട്ടാണ്, പണ്ടത്തെ ഇതിപ്പോ ശരിക്കും നമ്മള് പണ്ടത്തെ എന്നൊക്കെ അങ്ങനെയാ. കാരണം 2022 നമുക്ക് ഈ പാട്ടിനെ പണ്ടത്തെ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോ ഈ പാട്ടിനകത്തുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ കുറേ സംഭവങ്ങളൊക്കെ നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ ഓടി വരുന്ന ഒരു സോങ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത് റിയാക്ട് ചെയ്യുന്നത് നമ്മളുടെ സബ്സ്ക്രൈബർ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് തമന്നയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ട്. അതുകൊണ്ട് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. ഇനിയും കുറെ മൂവീസ് ഒക്കെ വരുന്നുണ്ട്. ഹിന്ദിയിലെ കുറെ മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സൗത്ത് ഇന്ത്യയിൽ അടുത്തിടെ ഏതെങ്കിലും മൂവി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, റീസെന്റ് കണ്ടിട്ടില്ല. അതെ. അപ്പൊ എന്തായാലും ഇതുപോലെ നല്ല നല്ല മൂവീസ് വരട്ടെ, നമുക്ക് എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.